हरि ओम। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्. 31ാമത്തെ ശ്ലോകം കഴിഞ്ഞു പൂർത്തിയായിട്ട്. അപ്പം ഇനി അടുത്ത 2 ശ്ലോകം 32, 33 അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, അത് ചെല്ലാൻ പോകുന്നത്. അപ്പോൾ അത് 32, 33 നമുക്കൊന്ന് ചെല്ലാം. ഭൂതഭവ്യഭവന്നാഥ പാവന പാവനോ നല കാമഃ കാമകൃത്കാന്ത കാമകാമപ്രദ പ്രഭു യുഗാദികൃത് യുഗാവർത്തോ നൈഗമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിദനന്തജേത്. നമ്മൾ എടുക്കുന്ന നാമം 294 കാമഹ. വളരെ ചെറിയൊരു വാക്കാണ്, 2 അക്ഷരം കൊണ്ടുള്ളൊരു വാക്കാണ് കാമഹ എന്നുള്ളത്. ആഗ്രഹങ്ങളെ നശിപ്പിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇത് വളരെ വിപുലമായിട്ട് വളരെ വ്യാപ്തിയുള്ള ഒരു വാക്കാണ്. പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഈ സംസ്കൃതത്തിൽ 2 അക്ഷരമുള്ള വാക്കുകളെയാണ് സൂക്ഷിക്കേണ്ടതെന്ന്. ഒരു 10 അക്ഷരമുള്ള വാക്കാണെങ്കിൽ കുഴപ്പമില്ല, അതിന് അർത്ഥം വേഗം പറഞ്ഞ് തരിതപ്പാം. ഈ 2 അക്ഷരമുള്ള വാക്കുകളുണ്ടല്ലോ, അത് മഹാബുദ്ധിമുട്ടാണ്. അതിൻ്റെ ആ വാക്കുകളുടെ വ്യാപ്തി ഇല്ല. ആ ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ ഈ കാമ എന്ന് പറഞ്ഞത് അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോകാൻ പറ്റുന്നൊരു നാമമല്ല. അപ്പോൾ അത് കുറച്ച് നമുക്ക് സമയമെടുക്കും. എന്നാലും ആവുന്നത് വേഗം ഞാൻ കഴിക്കാൻ നോക്കാം. പക്ഷേ അത് ചിലപ്പോൾ നീണ്ടുപോയേക്കാം. അപ്പോൾ അതിനൊന്ന് എന്താ പറയുക, ഒരു സന്നദ്ധത എടുത്ത് നിങ്ങളെല്ലാവരും സഹകരിക്കാം. ഓക്കെ. അപ്പോൾ കാമഹ എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെ നശിപ്പിക്കുന്നവനാണ് അർത്ഥം. ആധ്യാത്മിക മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ച ഉള്ള മുമുക്ഷുക്കൾ മീൻസ് those who desire moksha, who wants to attain with Brahman, who wants to have self-realization, അങ്ങനെയുള്ള മുമുക്ഷുക്കൾ അവർക്ക് ആദ്യം തന്നെ ഭഗവാൻ അവരെ കാമരഹിതനാക്കും. കാമരഹിതൻ മീൻസ് ഇപ്പോൾ ഈ എന്താ പറയുക, കാമം എന്ന് വെച്ചാൽ ആഗ്രഹരഹിതന്മാരാക്കും. അവിടെ ഈ വാക്കുകൾ സൂക്ഷിച്ച് മനസ്സിലാക്കണം നമ്മൾ. കാമരഹിതൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഈഗോസെൻട്രിക് ഡിസയേഴ്സാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണത്. ഇവിടെ നമ്മൾ ഈ കാമം എന്ന് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വേദാന്തത്തിൽ ഈഗോസെൻട്രിക് ഡിസയേഴ്സ്. അതല്ലാതെ ആവശ്യത്തിനുള്ള കാമമല്ല നമ്മൾ ത്യജിക്കാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനോ പറയുന്നത്. ഇപ്പോൾ മോക്ഷം കിട്ടണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. ആഗ്രഹം ത്യജിക്കാൻ പറയാൻ പറ്റുമോ? അത് സാത്വിക ആഗ്രഹമാണ്, ന്യായമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. സാർ, അപ്പോൾ ന്യായവും അന്യായമൊക്കെ ആരാ തീരുമാനിക്കണം? നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ തന്നെയാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ ന്യായമായിട്ടുള്ളതാണോ അന്യായമായിട്ടുള്ളതാണോ തീരുമാനിക്കേണ്ടത്. വേറൊരാൾക്ക് തീരുമാനിക്കാനുള്ള അർഹത ഇല്ല അതിൽ. നിങ്ങൾക്ക് ന്യായമാണ് എന്ന് തോന്നുന്ന കാമങ്ങളെല്ലാം സിദ്ധിക്കാൻ നോക്കിക്കോളൂ. ന്യായമല്ല എന്ന് നിങ്ങൾക്ക് ഓണസ്റ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഹിപ്പോക്രസി കളിക്കരുത്. അത് മനസ്സിലാക്കണം. അതാണ് കാമ എന്നുള്ള വാക്കിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാമം
രഹിതനാക്കുക എന്ന് പറഞ്ഞാൽ ഈഗോ സെൻട്രിക് ഡിസയേഴ്സിനെ മമകാരമായിട്ടുള്ള ആഗ്രഹങ്ങൾ, മമകാരാത്മകങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ. ഡിസയേഴ്സ് വിത്തൗട്ട് ഈഗോ ആൻഡ് ഈഗോ സെൻട്രിക് ഈഗോ ആൻഡ് ഈഗോ സെൻട്രിക് ഡിസയർ അല്ലാത്ത അതാണ്. അല്ലാത്തതാണ് ഈഗോ ആൻഡ് ഈഗോ സെൻട്രിക് ഡിസയേഴ്സാണ് ഈ കാമം എന്ന് പറയുന്നത്. അതിനെയാണ് ത്യജിക്കാൻ പറയുന്നത്. അതാണ് വേണ്ട എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാമവിവർജിതം മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മെല്ലെ സ്ഥിതപ്രജ്ഞ സ്ഥിതിയിലേക്ക് നമ്മളെ എത്തിക്കണം. മാൻ ഓഫ് സ്റ്റഡി വിസ്ഡം. എന്തു വന്നാലും ഒരു ചഞ്ചലതയില്ല. സ്ട്രോങ് ഫുട്ടഡ് മാൻ ഒക്കെ പറയേ. അങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞൻ ഭാവത്തിലേക്ക് എത്തിച്ച് ഇതിന് നമുക്ക് വൈരാഗ്യം, അതായത് ബുദ്ധിപൂർവമായ നിസ്സംഗത്വം, അതാണ് വൈരാഗ്യം. വേദാന്തത്തിലും സംസ്കൃതത്തിലൊക്കെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള നിസ്സംഗത്വം, അല്ലാണ്ട് ശാരീരികമായിട്ടുള്ള നിസ്സംഗത്വമല്ല. ഇതെല്ലാം കൂടെ ഉപേക്ഷിച്ചിട്ട് ഓടുകയല്ല. അർജുനൻ കാട്ടിയത് വൈരാഗ്യമല്ല, അഥവാ കാട്ടിയില്ല, കാട്ടാൻ പോയത്. അദ്ദേഹം ഉദ്ദേശിച്ച് എന്തൊക്കെ വിട്ടിട്ട് സന്യാസത്തിന് പോകാമെന്ന്, അത് എസ്കേപ്പിസാണ്, വൈരാഗ്യമല്ല. വൈരാഗ്യം മീൻസ് ബുദ്ധിപൂർവമായ നിസ്സംഗത്വം, ഇൻ്റലിജൻ്റ് ഡിറ്റാച്ച്മെൻറ്റ്, എൻലൈറ്റൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. മനസ്സിലായില്ലേ? അതിലേക്ക് നമ്മളെ നയിക്കുന്നു. അത് വളരെ അത്യാവശ്യമാണ്. ഈ ഇൻ്റലിജൻ്റ് ഡിറ്റാച്ച്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. എന്തിന്? ഈ മോക്ഷപ്രാപ്തിക്ക്. നിസ്സംഗത്വത്തിന് നിത്യാനിത്യ വിവേക വിചാരം കൂടിയേ പറ്റൂ. നിത്യ അനിത്യ വിവേക വിചാരം, ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ റിയൽ ആൻഡ് നോൺ റിയൽ, റിയൽ ആൻഡ് അൺറിയൽ, സത്യവും അസത്യവും തിരിച്ചറിയാം, നിത്യവും അനിത്യവുമായിട്ടുള്ള തിരിച്ചറിയാം. ഈ വിവേകം, ഈ ഡിസ്ക്രിമിനേറ്റീവ് ബുദ്ധി വളരെ ആവശ്യമാണ്. അപ്പോൾ ലൗകിക കാര്യങ്ങളിൽ മാത്രമുള്ള കാമങ്ങളാണ് നമ്മൾ നശിപ്പിക്കണം എന്ന് പറയുന്നത്. അതും എങ്ങനത്തെ കാമങ്ങൾ? ഗൃഹസ്ഥൻ്റെ കാമമായിരിക്കില്ല ബ്രഹ്മചാരിക്ക്, ബ്രഹ്മചാരിയുടെ കാമമായിരിക്കില്ല വാനപ്രസ്ഥത്തിന്, വാനപ്രസ്ഥത്തിൻ്റെ കാമമായിരിക്കില്ല സന്യാസത്തിന്. അതാത് ആശ്രമങ്ങളിൽ അതാത് ആളുകൾക്ക് വേണ്ട കാമങ്ങൾ, ത്യജിക്കാൻ പറ്റുന്ന കാമങ്ങൾ ത്യജിക്കുക. ത്യജിക്കാൻ പറ്റുന്നതാണോ അല്ലേന്ന് എങ്ങനെയാ അറിയാം? ഒക്കെ അവനവനറിയാം. അവനവൻ്റെ ഉള്ളിൽ ചോദിച്ചാൽ എല്ലാം പറഞ്ഞുതരും. ഒരു സെൽഫ് മാസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങോട്ടോട് ചോദിച്ചാൽ എന്തും പറഞ്ഞുതരും. വേറൊരാളെ അന്വേഷിക്കേണ്ട കാര്യമില്ല, വേറെ ട്യൂഷൻ മാസ്റ്റർ വെക്കേണ്ട. അതിന് ഉള്ളിൽ നിന്ന് തന്നെ ദി ഗ്രേറ്റ് മാസ്റ്റർ പറഞ്ഞുതരും നമുക്ക്. നമ്മളെ അദ്ദേഹത്തോട് ചോദിക്കാറുമില്ല. അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനും കഴിവുണ്ടാവാറില്ല. ചില സമയത്ത് ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ വിടും. ഇയാളാരെപ്പോൾ പറയാൻ ഒന്ന് വിടും. അതല്ല, ഉള്ളിൽ നിന്നൊരു ഉൾവിളി വരും, ഒരു ഹൃദയ സ്പന്ദനം നമുക്ക് വരും. സ്തംഭനല്ല, സ്പന്ദനം. ആ സ്പന്ദനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. വേറെ എങ്ങോട്ട് അന്വേഷിച്ച് പോകണ്ട. അപ്പോൾ നമ്മളിലുള്ള ദുഷ്കാമങ്ങൾ നശിക്കണം, സത്കാമങ്ങൾ വളരണം. ചുരുക്കി പറഞ്ഞതാണ്. ദുഷ്കാമങ്ങൾ നശിക്കുക, സത്കാമങ്ങൾ വളരുക. അങ്ങനെയുള്ള ദുഷ്കാമങ്ങൾ നിഗ്രഹിക്കുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് കാമഹ എന്നുള്ള പേര് വരാൻ കാരണം. ഒരു ഭക്തനിൽ ഇല്ലെങ്കിൽ ഒരു യോഗിയിൽ ഇല്ലെങ്കിൽ ഒരു സാധകനിലുള്ള ദുഷ്കാമങ്ങളെ ഭഗവാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും എല്ലാം നമ്മൾ അറിയാതെ തന്നെ അതിനെ നശിപ്പിച്ചുകൊള്ളും. നമ്മളോട് പറഞ്ഞിട്ട് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ സമ്മതിക്കില്ല. അല്ലേ? അത് വേദനിക്കേണ്ട കാര്യമാണ് നമ്മളോട്. നമുക്ക് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ ഭഗവാൻ അതിനുള്ള വഴികൾ കണ്ടുപിടിച്ച് നമ്മളറിയാതെ തന്നെ നമ്മളെ പ്രോഗ്രസ്സിലേക്ക് എത്തിക്കും. ഒരു ദിവസം കാലത്ത് നീട്ട് നോക്കുമ്പോഴാണ് വണ്ടി ഇവിടെ എത്തിയോ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കാമഹ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഒരു ഭക്തൻ്റെ പാന്താവിൽ അല്ലെങ്കിൽ സാധവൻ്റെ പാന്താവിൽ ഈ ദുഷ്കർമ്മം എത്ര കണ്ട് അപകടകാരിയാണെന്ന്
നമ്മൾ ആദ്യം തന്നെ വിശദമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ അതിനെ കൂടെ കൊണ്ടു നടക്കണോ അതിനെ ത്യജിച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകണോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റും. അപ്പം അതിൻ്റെ ദോഷം എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഒരു റാഷണൽ ഇൻ്റലക്റ്റിന്, ബുദ്ധിപരമായി ഒരു ബുദ്ധിജീവിക്ക് എന്ന് വിളിക്കുക, സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്, കുറച്ചൊക്കെ വേദാന്തം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക്, കുറച്ച് വിഷ്ണു സഹസ്രനാമം ഒക്കെ വായിച്ച് കേട്ട് പരിചയമുള്ള ഒരാൾക്ക് ഒരു സംശയം, അങ്ങനത്തെ ഒരാൾക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആളെ എടുക്കുകയാണ് ഞാൻ, ഒരു സംശയം തോന്നാം, ന്യായമായിട്ടുള്ള സംശയം. അത് ചോദിക്കുകയാണ്, അതെ ഉണ്ണിക്കുട്ടേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇതേവരെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി ഇല്ലേ? ഈ ലോകം സൃഷ്ടിച്ചത് ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചു, സമ്മതിച്ചു, ഭഗവാന്റെ കാരുണ്യാണ്, ഭഗവാൻ സൃഷ്ടിച്ചു. ഈ ലോകത്തിലുള്ള വസ്തുക്കളെയൊക്കെ സൃഷ്ടിച്ചതാരാ? അതെന്താ രാമോ സംശയം? അത് ഭഗവാൻ തന്നെ അല്ലേ? ഉണ്ണിക്കുട്ടേട്ടാ, ഭഗവാൻ തന്നെയല്ലേ സൃഷ്ടിച്ചത്? അതെ. എന്തിനാ സൃഷ്ടിച്ചത്? നീ എന്താടപ്പം ഇങ്ങനെ ചോദിക്കണം? അല്ല, ഒന്ന് പറയോ, എന്തിനാ സൃഷ്ടിച്ചേ? ഇതൊക്കെ എന്തിനാ സൃഷ്ടിച്ചേ? അത് നമുക്ക് അനുഭവിക്കാൻ, നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ, ഒരു കോട്ടം വരുത്താണ്ട് എന്തെല്ലാം ഭഗവാൻ ചെയ്തു. സർവീസ് പ്രൊവൈഡേഴ്സിനെ നിർത്തി, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, അങ്ങനെ പഞ്ചഭൂതങ്ങളെയൊക്കെ ഉണ്ടാക്കി അവരായിട്ട് അവരോട് യജ്ഞം ചെയ്യാൻ, അവർക്ക് വേണ്ടി യാഗം ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അവർക്ക് കുറച്ചൊരു എള്ളോ പയറോ തവിലോ മലരോ അല്ലെങ്കിൽ നെല്ലോ അരിയോ ഒക്കെ ഹവിസിലിട്ട് കൊടുത്താൽ മതി, അവരതുകൊണ്ട് സംതൃപ്തി ആയിക്കോളും. ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഇഷ്ടമുള്ള പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവന്മാരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ ഭക്ഷണം നിങ്ങളൊന്ന് നോക്കി കൊടുത്താൽ മതി, ഉച്ചയ്ക്ക് 2 നേരം ശാപ്പാട് കൊടുത്താൽ മതി, ശമ്പളമൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞത് വെച്ചത് ഭഗവാൻ തന്നെയല്ലേ ഉണ്ണിക്കുട്ടേട്ടാ? അതെ. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യനെ ആഹ്ലാദിക്കാനും മനുഷ്യനെ സൂഹിക്കാനും വേണ്ടിയിട്ടല്ലേ ഭഗവാൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ ഞാനത് അനുഭവിക്കുമ്പോൾ ഭഗവാൻ എൻ്റെ കൈ പിടിക്കണം വന്നിട്ട്? അത് തൊടാൻ പാടില്ല, അത് കാമരഹിതം ആക്കണം, അത് ഈഗോ സെൻട്രിക് ആണോ നോക്കണം, അഹങ്കാരമായിട്ടുള്ള ഈഗോ ആണോ നോക്കണം. ഇതൊന്നും അന്ന് പറഞ്ഞില്ലല്ലോ. അന്നെന്താ പറഞ്ഞേ? മനുഷ്യന്മാർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ, സുസുഖമായിട്ട് ജീവിക്കാൻ എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു ലോകം, എത്ര സൗന്ദര്യമായിട്ടുള്ള ലോകം, എന്തെല്ലാം ഭോഗവസ്തുക്കളാണ് ഭഗവാൻ ഉണ്ടാക്കി വെച്ചിരിക്കണം നമുക്ക്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഒരു ഭാഗത്തുകൂടെ പറഞ്ഞിട്ട്, അത് ഞാൻ സുഖിക്കാനായിട്ട് ഞാനത് കൈ അങ്ങടെ കൈ എത്തിക്കുമ്പോൾ എൻ്റെ കൈൻ്റെ മുകളിൽ വന്ന് പിടിച്ചിട്ട് പറയണു, ഇവിടെ പ്രവൃത്തി പോരാ, നിവൃത്തി വേണം, ഒരു കടിഞ്ഞാണിടണം എൻ്റെ ആഗ്രഹങ്ങൾക്ക്. അങ്ങനെയെല്ലാം ചെയ്യുന്നത് ശരിയല്ല. പിന്നെ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? പിന്നെ എല്ലാവരും കൈ ഇങ്ങനെ കടിഞ്ഞാണ് പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ണിട്ടേട്ടാ? ഇത് പറഞ്ഞു. അതിന് ഉണ്ണിക്കുട്ടേട്ട ഉത്തരം പറയണു. എനിക്ക് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ഉണ്ണിക്കുട്ടേട്ട വലിഞ്ഞോ ഈ രാമുവിനോട് മറുപടി പറയണ്ടപ്പോൾ. അപ്പോൾ ഉണ്ണിക്കുട്ടേട്ടൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാനായിട്ടിരിക്കേ, എനിക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. എല്ലാം എനിക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ അവിടെ കന്ന് കൂട്ടാനൊന്നും പോകണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ടൈമല്ലേ, അവിടെ ഇരിക്കേ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, ഇരുന്നു. ഉണ്ണിക്കുട്ടേട്ടൻ ചോദിച്ചു, എടാ, നമ്മളൊരാൾ ഒരു വിരുന്നിന് ക്ഷണിച്ചു എന്ന് വിചാരിച്ചാൽ മതി, ക്ഷണിച്ചു എന്ന് വിചാരിക്കുക. അവിടെ പല പലഹാര പദാർത്ഥങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ചിനാവാം, അല്ലെങ്കിൽ ഡിന്നർ ആവാൻ ക്ഷണിച്ചത്. ഇപ്പം ലഞ്ചിനാണെന്നുണ്ടെങ്കിൽ ചോറ് തന്നെ ഒരു 4-5 തരത്തിലുള്ള ചോറുണ്ടാവും അവിടെ. പുലാവ് ഉണ്ടാവും, ഫ്രൈഡ് റൈസ് ഉണ്ടാവും, ഗീ റൈസ് ഉണ്ടാവും, കേർഡ് റൈസ് ഉണ്ടാവും, സാധാരണ ചോറുണ്ടാവും. 4-5 തരം ചോറ് തന്നെ അവിടെ ഉണ്ടാവും. അതിങ്ങനെ വിളമ്പിയല്ല,
ബൊഫെ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇല്ലേ, നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൂട്ടാൻ. എന്തൊക്കെ കൂട്ടാനുണ്ടാവുക? വെജ് വേറെ, നോൺ വെജ് വേറെ. അത് 2 ഡിവിഷൻ. അത് പോട്ടെ, ഇനിയിപ്പോൾ വെജാണെന്ന് വിചാരിക്കുക. കാളൻ, ഓലൻ, നവില്, എലിശ്ശേരി, എന്തൊക്കെ വിഭവങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ഗോബി മഞ്ചൂറിയൻ, വിത്ത് ഗ്രേവി, വിത്തൗട്ട് ഗ്രേവി, ഡീപ്പ് ഫ്രൈ, സാധാരണ ഫ്രൈ, പിന്നെ മഷ്റൂം, പിന്നെ ബിണ്ടി, പിന്നെ എന്താണ് പറയുക, വഴുതനങ്ങ, അങ്ങനെയുള്ള 100 സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ? ഓരോരോ വിധത്തിലുള്ള കറി. കാണാനും ഓരോന്നിനും ഒരേ കളറാണ്. ഒന്ന് മഞ്ഞയാണെങ്കിൽ ഒന്ന് പച്ച, ഒന്ന് പച്ചയാണെങ്കിൽ ഒന്ന് ചുവപ്പ്, ഒന്ന് ചുവപ്പാണെങ്കിൽ ഒന്ന് നീല. എന്തൊരു കുളിർമയാണ് കണ്ണിന് കാണാൻ. സംഭവം എന്താണെന്ന് തന്നെ നമുക്കറിയില്ല. എടുക്കാൻ തോന്നും പ്ലേറ്റിൽ. ഇല്ലേ, കണ്ടിട്ടില്ലേ നീ ഇത് രാമോ? കണ്ടിട്ടുണ്ട്. കൂട്ടാൻ കഴിഞ്ഞാൽ പിന്നെയോ, പിന്നെന്താ, കൊണ്ടാട്ടത്തിൻ്റെ ഒരു കൊണ്ടാട്ടം അവിടെ. എന്തൊക്കെ കൊണ്ടാട്ടമാണ് അപ്പോൾ! കപ്പയ്ക്ക കൊണ്ടാട്ടം, താമരവളയം കൊണ്ടാട്ടം, പപ്പടം, പയർ കൊണ്ടാട്ടം, കുമ്പളങ്ങയുടെ തൊലി കൊണ്ടാട്ടം, കപ്പയ്ക്ക കൊണ്ടാട്ടം, ഒരു 5-8 തരം കൊണ്ടാട്ടം, 2-4 തരം പപ്പടം. ആനച്ചൂടൻ പപ്പടം ഒരു വക, ചെറുപപ്പടം ഒരു 10-200 എന്ന് കുഞ്ചൻ പേര് പറഞ്ഞ പോലെ 2-4 തരത്തിലുള്ള പപ്പടങ്ങളവിടെ. ഇല്ലേ, അത് കണ്ടിട്ടില്ലേ നീയേ? അത് കഴിഞ്ഞാൽ പിന്നെയോ, പിന്നെ സലാഡിൻ്റെ ഒരു ഓണാഘോഷം. എന്തൊക്കെ സലാഡാണ് അപ്പോൾ! 6-7 തരത്തിലുള്ള സലാഡ്. പച്ച സലാഡ്, വേവിച്ച സലാഡ്, പകുതി വേവിച്ച സലാഡ്, തൈര് ഒഴിച്ച സലാഡ്, പുളി ഒഴിച്ച സലാഡ്, നാരങ്ങനീര് പിഴിയണ സലാഡ്, ഒരു 5-6 തരം സലാഡ്. അത് കണ്ടിട്ടില്ലേ നീ? പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, മധുരാധിപതേ അഖിലം മധുരം. പിന്നെ ഒരു മധുരപ്പരിപാടിയാണ് അവിടെ മുഴുവൻ. അടപ്രഥമൻ മുതൽ പാൽപ്പായസമുണ്ട്, അടപ്രഥമനുണ്ട്, സേമിയ പായസമുണ്ട്. പിന്നെയോ, പിന്നെ ധാരാളമുണ്ട്. കേക്കുകൾ അനവധി, ഫ്രൂട്ട്സ് അനവധി. എല്ലാ രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. കേക്കുകൾ, ഐസ്ക്രീമിൻ്റെ ഒരു കോലാഹലമാണ് അവിടെ. എക്സിബിഷനാണ് ഐസ്ക്രീമിൻ്റെ. ഇതെല്ലാം രീതിയിലുള്ള ഐസ്ക്രീം. അപ്പോൾ പുഡിങ്, ഇങ്ങനെ ഒരു 10-20 വെറൈറ്റി ഡെസേർട്ട്സ്. നീ കണ്ടിട്ടില്ലേ? ഡെസേർട്ട്സ് എന്ന് വെച്ചാൽ മരുഭൂമി അല്ല കേട്ടോ രാമോ, എല്ലാം ഉണ്ട് കേട്ടോ. ഡെസേർട്ട് എന്ന് വെച്ചാൽ മധുരപലഹാരം. ഇതൊക്കെ അറിയൂ. പിന്നെ കളിയൊക്കെ ഒന്നും വേണ്ട. പോട്ടെ, സാരില്ല. കണ്ടിട്ടില്ലേ ഇതൊക്കെ? ഇതൊക്കെ എന്നെ കൊണ്ട് കഴിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ നമുക്ക് കഴിക്കാൻ സാധിക്കേണ്ടത് എടുത്താൽ പോരെ? ഓരോരുത്തർക്ക് കഴിക്കാൻ സാധിക്കേണ്ടത് ഒന്ന് കോരിയെടുത്താൽ പോരെ? നീ വല്ലപ്പോഴും ഇങ്ങനെയുള്ള ബഫേ പാർട്ടികളിൽ പോയിട്ട് നീ നോക്കി നിന്നിട്ടുണ്ടോ? നീ ചെല്ലുമ്പോഴേക്കും നിനക്ക് പ്ലേറ്റ് എടുത്ത് പോകാനുള്ള ധൃതിയല്ല. നീ ഒന്ന് മാറി നിന്ന് നോക്ക്. ഓരോരുത്തരുടെ വ്യഗ്രത കാണാം ഭക്ഷണം എടുക്കണതിൻ്റെ. ചിലവർ ഭക്ഷണം എടുക്കുന്ന രീതി നോക്ക്. ആദ്യം വന്നൊരു സർവേ നടത്തി എന്തൊക്കെയുള്ളതെന്ന് ആകെ നോക്കും. ആകെ ഒരു ചുറ്റുപാട് നോക്കിയിട്ട് വരും. ഇതൊക്കെയാണുള്ളതല്ലേ. എന്നിട്ട് സ്വയം തീരുമാനിക്കും ഇത് ഏതൊക്കെയാണ് എനിക്ക് ആവശ്യം. ചോറ് വേണ്ടാക്കാം, ചപ്പാത്തി ആക്കാം. ചിലർ പറയും ചപ്പാത്തി വേണ്ട, ചോറ് മതി. അത് വന്ന് ഒന്നുകിൽ കുറച്ചൊരു 2 സ്പൂണ് ഫ്രൈഡ് റൈസ് എടുക്കും, ഒരു 2-3 സ്പൂണ് സാധാരണ ചോറും എടുക്കും, കുറച്ച് തൈര് സാദും എടുക്കും, അങ്ങോട്ട് പോകും. മറ്റതൊക്കെ കാണും, നോക്കും, മണത്ത് നോക്കും, ഒക്കെ നോക്കും, എടുക്കില്ല. അത് കഴിഞ്ഞ് കൂട്ടാൻ, എടുത്ത ചോറിന് അനുസൃതമായിട്ടുള്ള കൂട്ടാൻ എന്താണെന്ന് വെച്ചാൽ അത് ഒരേ കയ്യിൽ കുറേശ്ശെ എടുക്കും. പിക്കിൾസ് പറഞ്ഞില്ല, അതിൻ്റെ ഇടയിൽ മറന്നു. പുളിഞ്ചി, നാരങ്ങ, ഇഞ്ചിപ്പുളി, ഇങ്ങനെയുള്ള ഒരു 5-8 തരം അതുമുണ്ട്. കൂട്ടാനെടുത്തു. പിന്നെ കൊണ്ടാട്ടം, എല്ലാ കൊണ്ടാട്ടവും വാരിയൊന്നും ഇട്ടില്ല. ചിലവർ മര്യാദക്കാരങ്ങനെയൊന്നും ചെയ്യില്ല. ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. കുറേശ്ശെ എടുക്കും. എന്താ കുറേശ്ശെ എടുക്കണേ? ഇത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പിന്നെയും വന്ന് എടുത്തൂടെ? ഇത് പടിഞ്ഞുണ്ടല്ലോ. അപ്പോൾ കൊണ്ടാട്ടം 2 കൊണ്ടാട്ടം 3 കൊണ്ടാട്ടം എടുക്കും. എല്ലാം കൂടി ഒന്നും കൂട്ടില്ല. ഇനിയിപ്പോൾ അഥവാ എടുക്കണമെങ്കിൽ തന്നെ ഓരോ കഷ്ണം എടുക്കും.
അതുപോലെ പിക്കിള്, ഏതെങ്കിലും ഒന്നോ രണ്ടോ പിക്കിള് തൈര് സാധത്തിൻ്റെ കൂടെ കൂട്ടാൻ ഒന്നോ രണ്ടോ ലേലീഹ്യസയെ ഒന്നങ്ങനെ തൊട്ട് നിൽക്കാനായിട്ട് ഒന്ന് രണ്ട് പിക്കിളെടുക്കും. പപ്പടം എന്തൊക്കെയാ വെച്ചാൽ ഒന്നോ രണ്ടോ പപ്പടം എടുക്കും. ബസ് തൈര്, അത് ചെന്നിരുന്ന് ഒരു ഭാഗത്ത് മെല്ലെ ഇരുന്ന് അത് കഴിച്ചു തുടങ്ങി. ഒരുവിധം ഈ എടുത്തൊക്കെ മതിയാവും, രണ്ടാമത് ചെല്ലാറില്ല. അഥവാ ഇനി പറ്റിയില്ല കുറച്ചും കൂടി വേണം തോന്നിച്ചാൽ ഏതാണോ നമുക്ക് രണ്ടാമത് എടുക്കേണ്ടത്, ചോറാണോ എടുക്കേണ്ടത്, ചോറിൻ്റെ അടുത്തേക്ക് പോകും. അല്ലാണ്ട് രണ്ടാമത് സർവ് ചെയ്യാറില്ല. ചപ്പാത്തി ഉണ്ടല്ലോ, ചപ്പാത്തി പറഞ്ഞാൽ ആയാലോ, അങ്ങനെയൊന്നും പറയില്ല. അല്ല, കൂട്ടാനാണ് കുറച്ച് കുറവ് കഴിഞ്ഞ് വെച്ചാൽ കുറച്ച് വാരി കൂട്ടാൻ, ആ കൂട്ടാൻ രണ്ട് കയ്യിൽ ആ കൂട്ടാൻ എടുത്തിടും. പപ്പടം വേഗം കഴിഞ്ഞു, രണ്ട് പപ്പടം കൂടി എടുത്തിടും. ഇതൊക്കെ ന്യായമായിട്ടുള്ളൊരു ആഹാരമല്ലേ ഒരാൾ കഴിക്കണത് രാമു? അപ്പം അതെടുത്താൽ പോരെ? നേരെ മറിച്ച് ചിലവർ പ്ലേറ്റ് എടുത്ത് കരുണ കണ്ടിട്ടുണ്ടോ നീയെ? ഓരോരുത്തരുടെ കൊടുങ്ങല്ലൂർ ഭരണി തുള്ളണ പോലെ ആൾക്കാർ വരണ കണ്ടിട്ടുണ്ടോ? വാൾ കൊടുത്തിട്ട് പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി വരണ കണ്ടിട്ടുണ്ടോ നീയെ? എന്തൊക്കെയാ നമ്മോ ആ ക്യൂ എന്നൊക്കെ തെറ്റിച്ച്, ആകെ തെറ്റിച്ച് മറച്ച് മുൻകൂട്ടി ചാടി എന്തെല്ലാം കൂട്ടങ്ങളുണ്ടോ അതെല്ലാം കുറേശ്ശെ 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 എടുത്തിട്ട് പ്ലേറ്റിലിടും. ചോറിന് മാത്രം ഒരു പ്ലേറ്റ്, എന്നിട്ട് ആ പ്ലേറ്റും കൊണ്ടിട്ട് എവിടെ സ്ഥലം വെച്ചാൽ ആരും ഇല്ലാത്തടത്ത് കൊണ്ട് അവിടെ സ്ഥാപിക്കും, പ്രതിഷ്ഠ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. എന്നിട്ട് കൂട്ടാൻ്റെ ലേലേക്ക് പോയി എല്ലാ കൂട്ടാനും എടുക്കും. ചില കൂട്ടാനൊക്കെ ചോറിന് മുകളിൽ തന്നെ ഒഴിച്ചിട്ടുണ്ടാവും. കാരണം ചോറാരും കാണണ്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കൂട്ടാനും ഒഴിക്കും. ഉള്ള കൂട്ടാനൊക്കെ എടുക്കും, ഉള്ള ഉപ്പിലിട്ടതൊക്കെ എടുക്കും, ഉള്ള കൊണ്ടാട്ടമൊക്കെ എടുക്കും, പച്ചടി കിച്ചടി അവിടെയുള്ള എല്ലാ സാധനവും എടുത്തുകൊണ്ടിരും, രണ്ടോ മൂന്നോ പ്ലേറ്റ് ആയിട്ട്. എന്നിട്ട് കൊണ്ടുവന്നിട്ടിരുന്നിട്ട് കഴിക്കാൻ തുടങ്ങും സുഖമായിട്ട്. നന്നായിട്ട് കഴിക്കുന്ന ആൾ കൊണ്ടുവന്നതിൽ പകുതി ബാക്കിയാവും. എന്താ ചെയ്യുക? നേരെ കൊണ്ടുപോയിട്ട് വേസ്റ്റിലങ്ങോട്ട് തട്ടും. നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത് ആരൊക്കെ അതിൻ്റെ ദോഷമെന്ന്? എന്താ രാവണി ഒന്നും ഉണ്ടാത്ത്? അല്ല, അപ്പം എടുക്കണവരിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടല്ല. അങ്ങനെ എടുക്കണവരെ ഒന്ന് കൈ പിടിക്കണോണ്ട് കുഴപ്പമുണ്ടോ രാമു? ഭഗവാനൊന്നും അങ്ങനെ കൈ പിടിച്ചോണ്ട് വല്ല കുഴപ്പമുണ്ടോ? എടുക്കണവരെ, എടുക്കാത്തവരോടൊന്നും പറയുന്നില്ലല്ലോ. ഒരു അക്ഷരം ഉണ്ടല്ലോ ഭഗവാൻ. നിങ്ങൾക്ക് വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സദ്യയാണ്. ഈ ഇൻവൈറ്റ് ചെയ്ത് വിളിച്ചവരെ സദസ്സിലുള്ള എല്ലാവർക്കും, ക്ഷണം അയച്ചു വന്നവർക്ക് എല്ലാ ക്ഷണിതാക്കൾക്കും അർഹതപ്പെട്ട ഭക്ഷണം തന്നെയാണ് ഇതെല്ലാം. അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അവിടെ കൈ പിടിക്കലും കാല് പിടിക്കലും ഒന്നുമില്ല. കാല് പിടിച്ചിട്ട് കഴിക്കാൻ പറയും, അല്ലാതെ കൈ പിടിച്ച് വിലക്കലൊന്നുമില്ല അവിടെ. പക്ഷെ വിലക്കേണ്ടത് ആരാ? ഫംഗ്ഷൻ നടത്തുന്ന ആളല്ല വിലക്കേണ്ടത്, വിലക്കേണ്ടത് നമ്മളാണ്. അപ്പം നമ്മളിൽ ഇരുന്നിട്ടാണ് ഭഗവാൻ വിലക്കേണ്ടത്, അല്ലാണ്ട് ഭഗവാൻ വേറെ ഒന്നും വിലക്കല്ല ചെയ്യണം. ആ വിലക്കേണ്ടത് എന്താ? ഒരു കയ്യിൽ ചോറോ ഇല്ലെങ്കിൽ ഒരു ചട്ടകം ചോറോ ഒരു കയ്യിൽ കൂട്ടാനോ എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണത് എനിക്ക് കഴിക്കാൻ പറ്റുമോ? ഇതെല്ലാം കൂടി കഴിച്ചാൽ എനിക്ക് ജീർണം ഉണ്ടാവുമോ? അജീർണം വരുമോ? അസുഖമായിട്ട് കിടക്കുമോ? ഞാൻ ഷുഗർ പേഷ്യൻ്റാണെന്ന് അറിയാണ്ട് ഡെസേർട്ടിൻ്റെ കോർണറിലേക്ക് ഞാൻ പോകണോ? വറവ് തിന്നണോ? അതെനിക്ക് നന്നായിട്ട് വരുമോ അവസാനം? അതോ ഇനി ഇതങ്ങോട്ട് കഴിച്ചു പോയാൽ ഒരു 4 ദിവസം എന്ന് തേമ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടന്നാൽ മതിയോ? ആരാ തീരുമാനം എടുക്കേണ്ടത്? ഭഗവാനോ നമ്മളോ? എന്താ രാമു ഒന്നും പറയാത്തത്? അല്ല, അത് ഉണ്ണിക്കുട്ടേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പിന്നെ സംഗതി മനസ്സിലായോ ഇല്ലേ? അപ്പം ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ്, ഒരു സംശയമില്ല. അവർക്ക് വേണ്ടത് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അതല്ലാതെ വെറുതെ 5-6 പ്ലേറ്റും കയ്യിൽ വെച്ച് ഡാൻസ് ചെയ്ത് 6 പ്ലേറ്റിൽ നിറച്ചുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുപോയി പകുതി അവിടെ ഇട്ട്, പകുതി കളഞ്ഞ്, പകുതി താഴ്ത്തിട്ട്, പകുതി വേസ്റ്റ് ചെയ്ത്, ബാക്കിയുള്ളതൊക്കെ കൂട്ടി ചവിട്ടിലെ കൊട്ടയിൽ ഇടാൻ എന്തിനാണ് നിങ്ങൾ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകണത്? അത് എത്ര ആൾക്കാർക്ക് അതുകൊണ്ട് ഉപയോഗപ്പെടും? നിങ്ങൾ ഒരു 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 കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിരുന്നിനോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കളയുന്ന ഭക്ഷണം നിങ്ങളെപ്പോലെ 2 ആൾക്ക് ഊണ് കഴിക്കാനുള്ളതല്ലേ നിങ്ങൾ കളയണത്? മര്യാദയ്ക്ക് 2 ആൾക്ക് ഊണ് കഴിക്കാനുള്ള ഫുഡല്ലേ നമ്മൾ ഒരാൾക്ക് എടുത്തിട്ട് നമ്മൾ കളയണത്? അപ്പോൾ ഞാൻ ഒരാൾ കാരണം 3 ആളുടെ ഫുഡല്ലേ പോയത്? അത് വേണോ? അത്രേ ചോദിക്കണുള്ളൂ. കാമഹ
അപ്പോൾ എല്ലാം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടെങ്കിലും നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ നിയന്ത്രണം വേണം. എടുക്കുന്ന പ്രവൃത്തിയിൽ നീ ഏർപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു നിവൃത്തി വേണം, ഒരു കഠിനം ഉള്ളിൽ വേണം. എല്ലാം ഉണ്ടല്ലോ എന്ന് ചോദിച്ചങ്ങോട്ട് വാരിക്കൊണ്ട് പോകണ്ട. ലോകത്തിൽ പല സാധനങ്ങളും പല ദിക്കിലും പല ആൾക്കാരുടെ കയ്യിലും കാണും. അതൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞാലോ, അതും വേണം ഇതും വേണം, അതോ അതും വേണം, ഇതും വേണം. കിട്ടിയതൊക്കെ കണ്ടതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? കൊക്കിൽ കൊള്ളാമെന്ന് കൊത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ലേ പണ്ട് പഴമക്കാരെ? രാമുവിന് കാര്യം മനസ്സിലായി. ഉണ്ണിക്കുട്ടേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഉണ്ണിക്കുട്ടേട്ട അപ്പൊക്കെ മനസ്സിലായി. അപ്പോൾ ഭഗവാൻ നമുക്ക് എല്ലാം, അല്ലെങ്കിൽ ഈ നമ്മളെ ക്ഷണിച്ച ആൾക്ക് നമുക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് വിനിയോഗിക്കേണ്ടത് നമ്മളാണ്. നമ്മളത് ഇഷ്ടം പോലെ റെക്ലെസ് ആയിട്ട് വാരി കോരി തോന്നിയ പോലെ തിന്നാൽ അത് നമുക്ക് അസുഖമായിട്ട് വരും. രണ്ടാമത് ആ സാധനം നശിക്കുകയും ചെയ്യും. ഉപകാരം ആർക്കും ഉണ്ടാവില്ല. ഹോട്ടലുകാരൻ ഇതിനൊക്കെ കൂട്ടി ചാർജ് ചെയ്യും. അപ്പോൾ അത് നഷ്ടമാവും. അതിനാണ് പറയണത്, ആ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുക്കാനായിട്ടുള്ള പ്രവൃത്തി തുടങ്ങുമ്പോൾ ഉള്ളിൽ നിന്നൊരു നിവൃത്തി മെല്ലെ വേണമെന്ന്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് യാതൊരു കുറവുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷെ സ്വാതന്ത്ര്യം കൈവിട്ട് പോയി കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യമല്ല, അതിന് പേര് താന്തോന്നിത്തന്ന. സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണമില്ലാതെ വിട്ടാൽ അതിൻ്റെ പേര് താന്തോന്നിത്തം. അത് അപകടകാരിയാണ്. സ്വാതന്ത്ര്യത്തിന് ഒരു അപകടമില്ല, നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. ആരും നമ്മുടെ കൈ വന്ന് പിടിക്കില്ല. എനിക്ക് കുറച്ച് കടുമാങ്ങ വേണം, ഞാൻ എടുക്കാൻ. ഇപ്പോൾ ആരും വേണ്ട പറയുന്നത് എന്നോട്, ഞാൻ നോക്കട്ടെ. ആരും വേണ്ട പറയില്ല. കടുമാങ്ങയും ചപ്പാത്തിയാണ് ഞാൻ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ, ഓ കഴിച്ചോ, ആരും വേണ്ട പറയില്ല. പക്ഷെ ഒരു 5-10 ചപ്പാത്തി, ഒരു 5-8 ചട്ടക്കൻ ചോറ്, കുറേ ഫ്രൈഡ് റൈസ്, കുറേ പുലവ്, പിന്നെ കുറച്ച് സാമ്പാർ ചോറിൻ്റെ മുകളിൽ, സലാഡ്, എന്താ പറയുക, ഫ്രൈഡ് റൈസിൻ്റെ മുകളിൽ, ചപ്പാത്തിയുടെ മുകളിൽ ഗോപി മഞ്ചൂറിയൻ കറി, പിന്നെ ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് പണ്ട് കുട പിടിച്ച പോലെ പപ്പടം, 2-4 പപ്പടം അങ്ങോട്ട് പരത്തി വയ്ക്കും, പപ്പടം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സലാഡ്, ലോകത്തില്ലാത്ത എല്ലാ സലാഡും കോരിയിടും. ഇതിനുള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ട്, ആരും വേണ്ട പറയില്ല, എടുത്തു. പക്ഷേ ഹൂ വിൽ സഫർ? യു വിൽ സഫർ, അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് അർത്ഥവത്താവണമെങ്കിൽ എപ്പോഴും അതിന് നിയന്ത്രണം വേണം. റോട്ടിൽ കൂടെ കാർ ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? അപ്പോൾ ഓരോ ജംഗ്ഷനിലും പോലീസുകാരെ നിർത്തിയിട്ട് അത് നമ്മൾ കർട്ടയിൽ ചെയ്യണതോ? നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തല്ലേ അവൻ? ഇടിച്ചങ്ങോട്ട് പോകണം. പിന്നെ അവനാരാ നമ്മളോട് പറയാൻ? ഐ ഹാവ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് ആക്ഷൻ, ഇത് രണ്ടിനും നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്ത് വേണി ചെയ്യാമെന്നും എന്ത് വേണി സംസാരിക്കാമെന്നും, അതാണ് അർത്ഥം. ഇതായി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ആയിട്ടുള്ളതല്ലേ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച്, എന്ത് വേണി ഞാൻ സംസാരിക്കും. ഫ്രീഡം ഓഫ് ആക്ഷൻ, എന്ത് വേണി ഇഷ്ടമുള്ളത് ചെയ്യും. ഇതാരാ പറയാൻ? ഫ്രീഡം ഓഫ് ആക്ഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്. ഇത് ശരിയായിരിക്കാം, ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് ആക്ഷനും ഉണ്ടാവും. പക്ഷേ ആ ഫ്രീഡം ഓഫ് സ്പീച്ചിനൊരു കടിഞ്ഞാൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപകടകാരിയാണ്. അത് താൻ തോന്നിത്തുന്നതിന് പറയാം, ഫ്രീഡം എന്നല്ല. ഫ്രീഡം ഓഫ് ആക്ഷനും ഒരു കടിഞ്ഞാൻ ഇട്ടില്ലെങ്കിൽ അതും താൻ തോന്നിത്താണ്. അത് ലിബർട്ടി അല്ല, അത് സ്വാതന്ത്ര്യമല്ല, അത് ഇൻഡിപെൻഡൻസ് അല്ല. അതിന് ഉപയോഗിക്കുന്ന വാക്ക് വേറെയാണ്. എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. തനിക്ക് തോന്നിയത് താൻ ചെയ്യേണ്ടതാണോ സ്വാതന്ത്ര്യം രാമുവോ? അതോ തനിക്ക് തോന്നിയത് താൻ ചെയ്യാണ്ടിരിക്കേണ്ടതാണോ തൻ്റെ സ്വാതന്ത്ര്യം? ആലോചിച്ച് നോക്കൂ പ്ലീസ്. രാമുവിനോട് മാത്രമല്ല എല്ലാവരോടും പറയാം, എനിക്ക് ചെയ്യാൻ തോന്നുന്നത്, ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നതാണോ എൻ്റെ സ്വാതന്ത്ര്യം? അതോ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കാര്യം ഞാൻ തന്നെ വേണ്ടാച്ച ചെയ്യണില്ല എന്ന് തീരുമാനിക്കേണ്ടതോ എൻ്റെ സ്വാതന്ത്ര്യം?
Freedom is not doing what you feel like doing, but it is not doing what you feel like doing. ചെയ്യാനും ചെയ്യാണ്ടിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കടുമാങ്ങ എടുക്കാനും എടുക്കാണ്ടിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നാവിൻ്റെ രുചി അറിഞ്ഞിട്ട് ഞാൻ ഒരു മധുരം എടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡയബറ്റിക് ആണ് എന്നുള്ള ബുദ്ധി എന്നോട് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ ഇല്ലേ? എൻ്റെ വ്യക്തിക്കുണ്ടോ ഇല്ലേ? നല്ല ബാസുന്തി, ഫേമസ് സ്വീറ്റ് ബാസുന്തി, അതിങ്ങനെ വെച്ചിരിക്കണോ, കാണാനും ഭംഗി, വായിലിങ്ങനെ കപ്പലോടിക്കാം വെള്ളം വന്നിട്ട്. അത് എടുക്കണം എനിക്ക്. സ്പൂൺ അതിൽ എടുക്കാൻ വേണ്ടി മുക്കുമ്പോഴാവും എൻ്റെ ബുദ്ധി ഉള്ളെന്ന് പറയാ ഒരു ഉൾവിളി, ഡോ കാലത്ത് ഡയബറ്റിക് നോക്കി എത്രയാ ബിഫോർ ഫുഡ്? 250 ബിഫോർ ഫുഡ്. ഫുഡ് കഴിച്ചിട്ട് നോക്കിയില്ല, അപ്പോൾ എത്രയാണ് കണ്ടേ? 360. ആ സമയത്ത് ആ ബാസുന്തി എനിക്ക് എടുക്കാനുള്ള അർഹത ഉണ്ടെങ്കിലും അതെനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടോ? അതോ ആ ആഗ്രഹത്തിൻ്റെ അടിമയാവുമോ നിങ്ങൾ? ഇല്ല, ഷുഗറൊക്കെ നമുക്ക് പിന്നെ നോക്കാം, ഇത് പോട്ടെ. അങ്ങനെ അടിമയാവുന്നത് സ്വാതന്ത്ര്യമല്ല, അത് മൃഗങ്ങൾക്കുള്ളൊരു സ്വാതന്ത്ര്യമാണ്. എവിടെ വേണമെച്ചാൽ എന്ത് വേണമെങ്കിൽ അപ്പം ചെയ്യാം. ഒരാളോടും ചോദിക്കണ്ട. റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ വാല് പൊക്കി ഒറ്റ കാച്ച് നമ്മൾ ചെയ്യുമോ? അങ്ങനെ അഥവാ നമ്മളുടെ ഫിസിക്കൽ എർജിന് ആ സമയത്ത് എന്തെങ്കിലും ടോയ്ലറ്റ് പോകണമെന്ന് തോന്നിയാൽ അവിടെ അപ്പം റോട്ടിൻ്റെ നടുക്കില്ലെങ്കിൽ റോട്ടിൻ്റെ നടുക്കിൽ പാൻറ്റും ഒക്കെ അഴിച്ചിട്ടിട്ട് അവിടെ പ്രയോഗം നടത്തുമോ? 1 2 ഇല്ലല്ലോ. എന്താ കാരണം? ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെങ്കിലും അത് ചെയ്യാണ്ടിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ദാറ്റ് ഈസ് റിയൽ ഫ്രീഡം. മനസ്സിലാവുന്നുണ്ടോ രാമു? മനസ്സിലായി ഉണ്ണിട്ടേട്ടാ, മനസ്സിലായി. ഓ, അങ്ങനെയൊക്കെ അതിനുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതാണല്ലേ. അപ്പോൾ ഭഗവാൻ ഇതൊക്കെ തന്നിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട്, എന്ത് വേണമെങ്കിൽ എടുത്തോളൂ എന്നുള്ള ഇതുകൊണ്ട് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെറും കഞ്ഞിയും കപ്പയും വെച്ച് വയ്ക്കായിരുന്നില്ലേ അവിടെ? ഞാൻ നിങ്ങളെല്ലാവരും ഇതാ ക്ഷണിക്കണു, മകളുടെ കല്യാണമാണ്, ഇന്ന ദിവസം രാത്രി റിസപ്ഷനാണ്, എല്ലാവരും വരണേ എന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വരും, പാൻറ്റും സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട്. എന്നിട്ട് ഇവിടെ എന്താ ആകപ്പാടെയുള്ളത്? കഞ്ഞിയും കപ്പയും. അങ്ങനെ ഉണ്ടാവും. ചിലവർക്കത് പരമാനന്ദവും, അത് മതി. കഞ്ഞിയും കപ്പയും കഴിച്ച് ശീലമുള്ളവർക്ക് അത് മതി. അല്ലാത്തവരോ? അപ്പം എന്തായി? അങ്ങനെയാണോ ഭഗവാൻ ചെയ്യേണ്ടത്? അതോ വിശാലമായിട്ടൊരു സദ്യ ഒരുക്കിയിട്ട് ആർക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിൽ ചെയ്തോ കുട്ടികളെ എന്ന് പറഞ്ഞ് വിട്ടിട്ട് അവരവർക്ക് തിരഞ്ഞെടുക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുകയാണോ വേണ്ടത്? ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ദുർവിനിയോഗം ചെയ്യരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഭഗവാൻ കൈയൊന്നും പിടിക്കാൻ വന്നിട്ടില്ല, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിയന്ത്രണമില്ലാത്തൊരാഗ്രഹം നമ്മൾ പ്രകടിപ്പിച്ച് ആ നിയന്ത്രണം തെറ്റിയിട്ട് ആ കർമ്മം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അപകടം വന്ന് സംഭവിക്കാൻ പോകുന്നത് ആർക്കാ? നമുക്ക് തന്നെ. തദ്വാര ലോകത്തിനും അതിനെ ബാധിക്കും. നിങ്ങൾക്ക് അസുഖം വന്നാൽ ലോകത്തിനും അസുഖമാണ്. കാരണം നിങ്ങളുടെ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇല്ലേ? ഭക്ഷണം അധികെടുത്താൽ ഭക്ഷണം അറേഞ്ച് ചെയ്തവന് നഷ്ടം, ഹോട്ടലുകാരന് നഷ്ടം, കല്യാണക്കാരന് നഷ്ടം, കഴിച്ച നിങ്ങൾക്ക് നഷ്ടം. കാരണം 2 ദിവസം അജീർണമായിട്ട് അവിടെ കിടക്കും. പിന്നെ കോട്ടക്കലിലേക്കോ അല്ലെങ്കിൽ വൈദ്യമഠത്തിലേക്കോ ഓടേണ്ടി വരും. എന്തെങ്കിലും ലേഹ്യോ ഗുളികയോ എല്ലാം മേടിച്ച് കഴിക്കാൻ, വയറ് കുറയ്ക്കാൻ വേണ്ടി വരില്ലേ? അപ്പം അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ലോകത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ, വസ്തുക്കളും നമുക്ക് ഭോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ആ ഭോഗത്തിൻ്റെ ഒരു പരിമിതി ഇല്ലാതെ അൺബ്രിഡിൽഡ്, അൺചെയിൻഡ് ഭോഗമാണെന്നുണ്ടെങ്കിൽ അത് ഭോഗമല്ല, അത് രോഗമാണ്. ദാറ്റ് ഈസ് നോട്ട് ഫ്രീഡം, ദാറ്റ് ഈസ് ലൈസൻഷ്യസ്നെസ്. അത് ഫ്രീഡം അല്ല. ഫ്രീഡം ഹാസ് സർട്ടൻ ലിമിറ്റേഷൻസ്, ഇല്ലേ?
ഞാൻ നേരത്തെ പറഞ്ഞ റോട്ടിൽ കൂടെ കാർ ഓടിച്ച് പോകണം, ലിമിറ്റേഷൻ ഇല്ല നമുക്ക്. ഓരോ ജംഗ്ഷനിലും നമ്മുടെ ഫ്രീഡം ചോദ്യം ചെയ്യപ്പെടുകയാണ് അല്ലേ? എന്തിനാത്? ലോക കല്യാണത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ പിടിച്ച് അടക്കിയില്ലെങ്കിലേ ഇവിടെ ആകെ തല്ലാവും. there will be no order, there will be no peace. അപ്പോൾ ചിലവരെ ചില സമയത്ത് സ്റ്റോപ്പ് എന്ന് കാണിച്ച് നിയന്ത്രിക്കേണ്ടി വരും പോലീസുകാരൻ. അതെൻ്റെ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നു കയറ്റാന്ന് പറഞ്ഞ് ഹരിച്ചു കൊടുത്ത് എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? അപ്പോൾ അതികാമം, അത്യാഗ്രഹങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാമഹ, അങ്ങനെ ആ കാമാണ് നശിപ്പിക്കുന്നത്. നശിപ്പിക്കേണ്ടതാണോ? നശിപ്പിക്കേണ്ടതല്ലേ? ആലോചിക്കൂ. അങ്ങനെയുള്ള കാമം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ വെച്ച് പുലർത്താൻ പാടുമോ? നമുക്ക് തന്നെ ദോഷം വരുന്ന കാമം, നമ്മളെ തന്നെ കുണ്ടിച്ചാടിക്കണ പാപം, ആ കാമം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മൾ കളയണ്ടേ? നമ്മൾ കളഞ്ഞില്ലെങ്കിൽ പിന്നെ എടുത്തു കളയേണ്ട ചുമതല ആരുടെ? ഭഗവാന്റെ അല്ലേ? അല്ലേ? ആലോചിക്കൂ. ഭഗവാൻ ചെയ്യുന്നത് നല്ല കാര്യമോ നമ്മളെ ദേഷ്യം പിടിപ്പിക്കണ കാര്യമോ? ദേഷ്യം വരും നമുക്ക്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തോന്നുന്നു, അയ്യോ ഭഗവാൻ എത്ര ബുദ്ധിമാനാണ്. ഇനി അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ പറഞ്ഞ കാമത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാനായിട്ട് എന്ത് വേണമെച്ചെങ്കിൽ അതിൻ്റെ ഉത്ഭവത്തിനും പരിണാമവും നമ്മൾ കണ്ടെത്തണം. എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? ഇവൻ എന്നാണ്, എപ്പോഴാണ് എൻ്റെ മേത്ത് വന്ന് കയറിക്കൂടിയത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവന് എൻ്റെ ഉള്ളിലേക്ക് അഡ്മിഷൻ കിട്ടിയത്? ഇവൻ എന്തൊക്കെയാണ് ഉള്ളിൽ ഇരുന്നിട്ട് ചെയ്യുക? എവിടേക്കാണ് അവൻ പടക്കം വെച്ചിട്ടുണ്ടാവുക? അതറിയണ്ടേ നമുക്ക്? അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? അതിൻ്റെ ഉത്ഭവവും വേണം, അതിൻ്റെ പരിണാമവും വേണം. ജെനസിസ് ആൻഡ് എക്സോഡസ് ഓഫ് കാമ. എങ്ങനെ വന്നു അവൻ? ഞാൻ അങ്ങനത്തെ ഒന്നും ആയിരുന്നില്ലല്ലോ. ഇവൻ എപ്പോൾ കടന്നുകൂടി? ഇല്ലേ? ഈ താടി വളർത്തിയിട്ട് ആൾക്കാർ, നാട്ടിൻപുറത്തൊക്കെ ആൾക്കാർ താഴ്ത്തിരുന്ന് മൂത്രമൊഴിക്കാൻ വഴിക്കൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ ഒരു എന്താ പറയുക, കറുത്ത ഉറുമ്പ്, കട്ടുറുമ്പ് വന്ന് ചിലപ്പോൾ താടി കയറും. എല്ലാം ഇരുന്നിട്ടൊരു കടി കൊടുക്കും. അപ്പോഴാണ് അങ്ങ് അവരാലോചിക്കുക, ഈ ഉറുമ്പ് എപ്പോൾ വന്ന് കയറി ഞാൻ അറിയാണ്ട് എൻ്റെ താടിയിൽ, ഇല്ലേ? അങ്ങനെ തമാശ പറയാറുണ്ട് നാട്ടിൻപുറത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഉറുമ്പ്, ഈ കാമം എൻ്റെ ഉള്ളിൽ എന്ന് വന്ന് കൂടി, എപ്പോൾ കൂടി, എന്തതിൻ്റെ സോഴ്സ്, വേർ ഈസ് ഇറ്റ് കമ്മിങ് ഫ്രം? അനലൈസ്, ഇൻ്റലക്ച്വലി അനലൈസ്. ഭഗവാൻ തന്നിട്ടുണ്ടല്ലോ മുകളിലൊരു സാധനം. അപ്സ്റ്റെയർ ടു ലെറ്റ് അല്ലല്ലോ, വേക്കൻ്റ് അല്ലല്ലോ അപ്സ്റ്റെയർ നമ്മുടെ ആരുടെയും. അവിടെയൊക്കെ ഗ്രേ മാറ്റർ ഇല്ലേ? ഫുൾ സ്റ്റോറേജ് ഇല്ലേ? അവിടെ കപ്പാസിറ്റി ഉണ്ടല്ലോ. ആലോചിക്കുമോ? സ്വയം ഇരുന്ന് ആലോചിക്കും. ഇവൻ എപ്പോൾ ഈ ഇത്രയും മുഷ്കും ഇത്രയും ബുദ്ധിമുട്ടും ഇത്രയും ദുഷ്കരമായിട്ടുള്ളൊരു സംഭവം ചുറ്റുപാടും ഉണ്ടാക്കുന്ന ഈ അനാവശ്യമായിട്ടുള്ള കാമഹ, ഈഗോ സെൻട്രിക് ഡിസയർ എന്നിൽ എങ്ങനെ വന്നു കൂടി? ഞാൻ ഇതൊന്നും സാധാരണഗതിയിൽ അനുവദിക്കാറില്ലല്ലോ. ഞാൻ സാത്വികമായിട്ട് ജീവിക്കണമെന്ന് ഒരു എന്താ പറയുക, ഒരു വ്രതം വെച്ച് പോകുന്നവനല്ലേ. എൻ്റെ കൂടെ അവൻ എപ്പോൾ കൂടി? എന്നിൽ ഇവൻ എപ്പോൾ പ്രവേശിച്ചു? ഒന്ന് അനലൈസ് ചെയ്യണ്ടേ നമുക്ക്? എൻ്റെ ഉള്ളിലിരുന്നിട്ട് അവൻ എന്തൊക്കെയാണ് ചെയ്യണം? എവിടേക്കാണ് അവൻ ഔട്ട് വയ്ക്കണത്? ഏതൊക്കെ രീതിയിലാണ് അവൻ എന്നെ കുണ്ടിച്ചാടിക്കുന്നത്? ഗീതാചാര്യൻ നമുക്ക് പട്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കാമത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ അവൻ വന്നു, അവൻ എന്തൊക്കെയാണ് ചെയ്യുക, ഏതൊക്കെ ചുറ്റുപാടിലാണ് അവൻ വരിക, അവൻ നമ്മളെ എങ്ങനെയാണ് താഴത്തേക്ക് ചാടിക്കുക. നമ്മൾ എത്രയോ ലെവലിൽ പോയിരുന്നൊരു മനുഷ്യനാണ്. ടാപ്പ് നിങ്ങളുടെ താഴത്തേക്ക് ഇറങ്ങിക്കണമെങ്കിൽ അവന് മാത്രമേ ഇത് പറ്റുള്ളൂ. ഒരു ഡൗൺഫോൾ ഓഫ് മാൻ, ലാഡർ ഓഫ് ഫോൾ. ഓരോ സ്റ്റെപ്പും ഗീതാചാര്യൻ നമുക്ക് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കാണിച്ചു തരുന്നുണ്ട്.
ഒരു മൊമെൻ്റ് ഓഫ് വീക്ക്നെസ്സിൽ ഞാൻ എന്തോ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്തോ ചെറിയൊരു തെറ്റ് ഞാൻ അറിയാണ്ട ഒരു നേരം പോക്കായിട്ട് ചെയ്തു പോയി. അതിങ്ങനെ പരിണമിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അത്രയൊന്നും ആലോചിച്ചില്ല അത് ചെയ്തപ്പോൾ. പക്ഷെ എന്ത് കാരണം ഇപ്പം എന്തായി? ഇവനാണ് ഇപ്പോൾ എന്നെ ഭരിക്കാൻ വന്നിട്ട് എന്നെ കൊണ്ട് ചാടിക്കേണ്ട ഒരു വലിയ പടുകുഴിയിലേക്കാണ് എന്നെ കൊണ്ട് ചാടിക്കേണ്ടത്. ഈ ചിത്രം നമ്മളുടെ വീഴ്ച, ഫ്രം എ ഹയർ സ്റ്റേറ്റ് ടു എ ലോവർ സ്റ്റേറ്റ്, മനുഷ്യൻ എങ്ങനെ അധവദിക്കുന്നു എന്നുള്ളൊരു വീഴ്ച, ഒരു എക്സലൻ്റ് പെയിൻറ്റിങ് 2 ശ്ലോകത്തിൽ പോകാൻ, 2-ാം അധ്യായത്തിൽ 62-63 ശ്ലോകത്തിൽ പോകാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. അർജുനോട് പറയുന്ന കാര്യങ്ങൾ, അർജുന ഇതാണ് ഉണ്ടാകുന്നത്, ഇതുകൊണ്ടാണ് അവൻ വരുന്നത്, ഇത് താൻ ചെയ്തതുകൊണ്ടാണ് അവൻ നന്നിൽ കടന്നുകൂടിയത്, കടന്നുകൂടിയിട്ട് അവൻ തുരപ്പം വയ്ക്കുന്നത് ഇന്ന രീതിയിൽ കൂടെയാണ്. ഇതൊക്കെയാണ് അവൻ്റെ സീറ്റ് ഓഫ് ഹൈഡിങ്. ഇവിടേക്കാണ് അവൻ ഒളിച്ചിരിക്കുക. എന്നിട്ട് അവസാനം വി വിൽ റീച്ച് എ സ്റ്റേജ് വേർ യു ക്യാൻ നൈദർ ഡിസ്ട്രോയ് ഹിം ആൻഡ് യു വിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ്. അത് കേൾക്കണം നമ്മൾ. അതിന് ശേഷം നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. പക്ഷെ ആ വീഴ്ച നമുക്ക് എങ്ങനെ പറ്റുന്നു, അതിനുള്ള കാരണം എന്താണ് എന്ന് വിപുലമായിട്ട് നമ്മളത് കേൾക്കേണ്ട വേണം. അതിനിപ്പോൾ ഇന്നിപ്പോൾ അതിന് സമയമില്ല. നാളെ നമുക്ക് ആ 2 ശ്ലോകങ്ങൾ എടുത്തൊന്ന് അനലൈസ് ചെയ്യാം ഭഗവത്ഗീതയിൽ. മീൻ വയൽ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ അത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഇന്ന് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇനി നാളെ കാലത്തൊക്കെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2-ാം അധ്യായത്തിൽ 62-ഉം 63-ഉം ശരിയാണ്, 62-63 ശ്ലോകങ്ങൾ ഒന്ന് പഠിക്കൂ. അത് കാലക്രമേണ നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട 2 ശ്ലോകങ്ങളാണ്. അതിൻ്റെ മുകളിൽ ധ്യാനം ഇരിക്കേണ്ട ശ്ലോകങ്ങളാണ്. അത്ര പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങളാണ് 62, 63. അത് നമുക്ക് നാളെ നോക്കാം. ഈ കാമത്തിനെ കുറിച്ച് തന്നെ അത് പറയുന്നത്. നമ്മുടെ ഈ സബ്ജക്റ്റ് തന്നെയാണ് വളരെ വിപുലമായിട്ട് ഈ ഡൗൺഫോൾ ഓഫ് മാൻ. 13-ാം അധ്യായത്തിൽ റൈസ് ഓഫ് മാൻ പറയുന്നുണ്ട്. അമാനിത്വം, അദംബിത്വം, അഹിംസ, ശാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, മനഹങ്കാരമേവച, ജന്മമൃത്യുജരാവ്യാധി, ദുഃഖദോഷാനുദർശനം എന്ന് പറഞ്ഞിട്ട് കുറേ ക്വാളിറ്റീസ് മനുഷ്യൻ എങ്ങനെയാണ് പടിപടിയായിട്ട് ഉയർന്നു വരേണ്ടത്, ക്യാരക്ടർ ഫോർമേഷൻ എങ്ങനെയാണ് വേണ്ടതെന്ന് 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പക്ഷേ കാമത്തിനെ കുറിച്ച്, അവൻ എങ്ങനെയാണ് നമ്മളെ നശിപ്പിക്കണം, നമുക്ക് എങ്ങനെയാണ് ബോംബ് വെക്കണം, പാര വെക്കണം, എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ കടന്നുകൂടിയത് എന്ന് വളരെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ച് 2-ാം അധ്യായത്തിൽ 62, 63 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. ആ ശ്ലോകങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട ശ്ലോകങ്ങൾ തന്നെയാണ്. എല്ലാവരും പഠിക്കണം, മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ ആ 2 ശ്ലോകങ്ങൾ നോക്കിയിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ അടുത്ത നാമത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ.